ഹലോ, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്നാട്ടോ വിചാരിക്കുന്നത്. എന്തായാലും ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴി റോഡ് നിറച്ച് ബൊഗൈൻവില്ല ചെടികളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കടലാസ് ചെടി എന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടുന്ന് ഞാൻ ഇനി ഹോസ്പിറ്റലിലേക്ക് എത്താൻ 2 മിനിറ്റോടെ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നല്ല ട്രാഫിക് പണി നിന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം ലേറ്റായി. എന്തായാലും ഡോക്ടറൊക്കെ ഇനി കയറി കണ്ടിട്ട് കാണാവേ. ഡോക്ടറെ കണ്ടപ്പോഴാണ് അറിയുന്നത് ചെവിയിൽ വാക്സ് ഉള്ളതുകൊണ്ടായിരുന്നു ചെവിക്കകത്ത് 2 ദിവസമായിട്ട് വേദന ഉണ്ടായെന്നുള്ളത്. എന്തായാലും വാക്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞാൻ നേരെ പോകാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഞാനിവിടെ പലതവണ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റിയത്. മിററിൻ്റെ മുമ്പിലൊക്കെ നിന്ന് നന്നായിട്ടൊന്ന് നോക്കിയിട്ടൊക്കെ കേട്ടോ ഞാൻ അകത്തേക്ക് കയറിയത്. അവിടെ ചെന്ന് ഇരുന്നപ്പോഴേക്കും വെയിറ്റർ വന്ന് എന്താ കഴിക്കേണ്ടതെന്നുള്ളത് ചോദിച്ചു. ഓർഡർ കൊടുത്തു. ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസാട്ടോ പറഞ്ഞേക്കുന്നത്. ഓറഞ്ച് ജ്യൂസിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് പലതവണ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ബാർ വിത്ത് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. കുറച്ച് നേരം ഇരുന്നു. എന്തായാലും ജ്യൂസ് വരാൻ ടൈം എടുക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞാനൊന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ടൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. എന്തായാലും മിററിലൊക്കെ നോക്കിയപ്പോൾ സെറ്റാണ്. എന്തായാലും അവിടെ ചെന്ന് ഇരിക്കാൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് എനിക്കുള്ള ജ്യൂസ് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എന്തായാലും ഇപ്പം തന്നെ കുടിച്ചേക്കാം, ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കണ്ടല്ലോ. കാരണം എനിക്കിവിടെ ഇറങ്ങിയിട്ട് വേറെ പല ആവശ്യങ്ങളും ഉണ്ട്. ഒറ്റ വിലയ്ക്ക് ജ്യൂസ് എന്തായാലും കുടിച്ച് തീർത്തു. ഒരു കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം സമയം നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 2:40 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇരിക്കുന്നില്ല, ഇറങ്ങുവാണ് ഇവിടുന്ന്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് വെതർ നോക്കിയപ്പോൾ 45 ഡിഗ്രി ചൂടാണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റോഡൊക്കെ കാലിയായിട്ടാണ് കിടക്കുന്നത്. ഇവിടുന്ന് ഇനിയിപ്പോൾ വീടെത്തുന്നതോടെ റോഡ് മൊത്തം ഇനി ബൊഗൈൻവില്ലകൾ മാത്രമേ ഉള്ളൂ. പല വെറൈറ്റി ഓഫ് കളേഴ്സിലുള്ളതാണ് ബൊഗൈൻവില്ലയൊക്കെ. നമ്മുടെ നാട്ടിൽ ഈ റോസ് കളറിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ റോഡിൽ കൂടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എപ്പോഴും നല്ല അടിപൊളി ഗ്രീനറി, നല്ല ഫ്ലവറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓറഞ്ച് കളറ്, മഞ്ഞ കളറ്, പച്ച കളറ്, വെള്ള കളറ്, അങ്ങനെ പല പല ടൈപ്പ് കളറുകൾ നമുക്ക് കാണാൻ പറ്റും. ഓരോ വീടിൻ്റെ മതിലിൽ ഈ ബൊഗൈൻവില്ല മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങ് കുറച്ച് മാറിക്കഴിഞ്ഞപ്പോഴാണ് നല്ല അടിപൊളി കണിക്കൊന്നയൊക്കെ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിഷുവിനൊക്കെ മുന്നേ കണിക്കൊന്ന തീർന്നു പോകും. അങ്ങനെ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ലപോലെ ഇഷ്ടംപോലെ പ്രാവുകളെയൊക്കെ കണ്ടു. എന്തായാലും വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട്. വീട്ടിലെത്തി ഇനി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് വൈകുന്നേരം ഷോപ്പിങ്ങിന് പോകണം. ഷോപ്പിങ്ങിന് പോകുമ്പോൾ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലായിരുന്നു. ആദ്യമേ ഞാനൊരു ഫ്രിഡ്ജ് ടൂറിൻ്റെ വീഡിയോ ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. സാധനങ്ങളൊക്കെ അടുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് കറി ഉണ്ടാക്കണം. എല്ലാം ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. രാത്രിയത്തേക്ക് മാത്രമുള്ളതാണ് ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ വറുത്തിട്ട് രസം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. വഴുതനങ്ങ വറുത്തത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എന്നാലും നോൺ വെജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മീൻ ഫ്രൈ ആണെന്ന് വിചാരിച്ച് കഴിക്കാമല്ലോ എന്നോർത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. രസം ഞാൻ എന്തായാലും ഉണ്ടാക്കി തുടങ്ങാൻ പോവാണ്. രസം പ്രോപ്പറായിട്ട് ഉണ്ടാക്കാനൊന്നും എനിക്കറിയത്തില്ല. ഏകദേശം ഒരു തട്ടിക്കൂട്ട് രസം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വഴറ്റിയൊക്കെ എടുക്കുവാണ്. വഴുതനങ്ങ വറുത്തതും രസമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അനിയൻ പറഞ്ഞു എനിക്കിത് വേണ്ട, ഞാനിന്ന് തൈര് സാലഡ് കൂട്ടി മാത്രമേ ചോറ് കഴിക്കുന്നുള്ളൂ. എന്തായാലും എന്തെങ്കിലും ആവട്ടെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങ് ഉണ്ടാക്കുവാണ്. അങ്ങനെ പൊടികളെല്ലാം ചേർത്തൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. 4-5 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ തക്കാളിക്ക് ഒടുക്കത്തെ വിലയാണ്. 50 രൂപയായി കിലോയ്ക്ക്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കിനും 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും തക്കാളിയൊക്കെ ചേർത്ത് അതിനകത്തേക്ക് ഉപ്പൊക്കെ ചേർത്തൊന്ന് ചൂടാക്കി വഴറ്റി എടുക്കുന്നുണ്ട്. എന്തായാലും തക്കാളിയൊക്കെ വാടി വന്ന് മസാലയൊക്കെ പിടിച്ചപ്പോഴത്തേക്ക് രസത്തിൻ്റെ ഒരു ഫ്ലേവറും മണമൊക്കെ വന്നിട്ടുണ്ട്. നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ പുളിവെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. പുളിവെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളും ഒക്കെ ഒഴിച്ച് അവിടെ നിന്ന് തിളക്കട്ടെ. നന്നായിട്ട് വെള്ളം ചേർത്തിട്ടുണ്ട്. കാരണം ഇന്ന് രാത്രി കഴിച്ച് നാളെ മിച്ചം ഉണ്ടെങ്കിൽ ഉച്ചത്തേക്കും കൂടെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഞാൻ അടുപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല മണമൊക്കെ വന്നപ്പോഴേക്കും എൻ്റെ അനിയനും കെട്ടിയവനും പറഞ്ഞു എന്തായാലും ഞങ്ങൾ കഴിച്ചോളാമെന്ന്, ഉണ്ടാക്കുന്നതല്ലേ. കറിവേപ്പിലയൊക്കെ വാരിക്കോരി ഒരു പാനിനകത്തേക്ക് ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായപ്പോഴത്തേക്കും വഴുതനങ്ങയൊക്കെ പെറുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കറിവേപ്പ് വെട്ടിയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സിനകത്ത്. ആ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഉടനെ കറിവേപ്പിലൊന്നും കിട്ടത്തില്ല. ചൂടായതുകൊണ്ട് തന്നെ അതെല്ലാം പിടിച്ചു വരാനായിട്ട് താമസം ഉണ്ടല്ലോ. അങ്ങനെ എന്തായാലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. രസവും റെഡിയായി. ഇനിയിപ്പോൾ ചോറ് കഴിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ആക്കിയെടുത്ത് കഴിക്കുവാണ്. രാവിലെ ഡ്യൂട്ടിക്കും പോകാനുള്ളതാണ്. എന്തായാലും ചോറൊക്കെ വിളമ്പി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഒരു വഴുതനങ്ങ എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ലപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. രസമൊക്കെ വാരിക്കോരി ഒഴിച്ചിട്ടുണ്ട്. അനിയനുണ്ടാക്കിയ സാലഡും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.